വിമാനത്താവളത്തിൽ പവർ തകരാർ, അടിയന്തരാന്വേഷണം പ്രഖ്യാപിച്ച UK സർക്കാർ. ഹീത്രൂ വിമാനത്താവളത്തിൽ വെള്ളിയാഴ്ച ഉണ്ടായ പവർ തകരാറിനെ കുറിച്ച് അടിയന്തരാന്വേഷണം പ്രഖ്യാപിച്ച് എനർജി സെക്രട്ടറി എഡ് മിലിബാൻഡ്. വെസ്റ്റ് ലണ്ടനിലെ നോർത്ത് ഹെഡ് സബ്സ്റ്റേഷനിലുണ്ടായ തീപിടുത്തമാണ് ഈ പ്രതിസന്ധിക്ക് കാരണമായത്. നാഷണൽ എനർജി സിസ്റ്റം ഓപ്പറേറ്റർ നയിക്കുന്ന ഈ അന്വേഷണം സംഭവത്തിൽ വിശദമായ വിലയിരുത്തലും UKയുടെ ഊർജ്ജ സ്ഥിരതയെക്കുറിച്ചുള്ള വീക്ഷണവും നൽകുമെന്നാണ് ഊർജ്ജ സുരക്ഷാ വകുപ്പിന്റെ വിശദീകരണം. വെള്ളിയാഴ്ച ആയിരക്കണക്കിന് വിമാനങ്ങൾ റദ്ദാക്കപ്പെടുകയും ലോകമെമ്പാടുമുള്ള യാത്രക്കാർ കുടുങ്ങുകയും ചെയ്തു. ഹീത്രൂ ശനിയാഴ്ച പൂർണ്ണമായി പ്രവർത്തനക്ഷമമാണെന്ന് അറിയിച്ചു. എന്നിരുന്നാലും ചില വിമാനങ്ങൾ വീണ്ടും റദ്ദാക്കുകയും വൈകുകയും ചെയ്തു. കൗണ്ടർ ടെററിസം യൂണിറ്റ് അന്വേഷണം നടത്തുകയാണെങ്കിലും ഇത് സംശയാസ്പദമായ സംഭവമല്ലെന്ന് മെട്രോപൊളിറ്റൻ പോലീസ് വ്യക്തമാക്കി. ഹീത്രൂവിലെ 3 സബ്സ്റ്റേഷനുകളിൽ ഒന്ന് പ്രവർത്തനരഹിതമായപ്പോൾ ബാക്കപ്പ് സംവിധാനങ്ങൾ ഉണ്ടായിരുന്നിട്ടും പൂർണ്ണ വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ വൈകി. പ്രതിസന്ധി കാലത്ത് ഹീത്രൂ വിമാനത്താവളത്തിന്റെ പ്രവർത്തനം എങ്ങനെയുണ്ടായിരുന്നുവെന്ന് വിലയിരുത്താൻ മുൻ ഗതാഗത സെക്രട്ടറി റൂത്ത് കെല്ലി നയിക്കുന്ന അവലോകനം ആരംഭിച്ചിട്ടുണ്ട്. 50-ലധികം സ്ലോട്ടുകൾ ചേർത്ത് 10,000 യാത്രക്കാരെ കൂടി ഉൾക്കൊള്ളാൻ ഹീത്രൂ ശ്രമിച്ചെങ്കിലും തുടർച്ചയായ റദ്ദാക്കലുകളും പ്രതിസന്ധികളും ഉണ്ടായി. 30-ലധികം ഡിപ്പാർച്ചറുകളും 70-ലധികം അറൈവലുകളും റദ്ദാക്കി. ദോഹ, റിയാദ്, ദുബൈ, മാഞ്ചസ്റ്റർ, ന്യൂ കാസിൽ എന്നിവിടങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ച വിമാനങ്ങൾ എത്തിയില്ല. ഹീത്രൂ വിമാനത്താവള ചെയർമാൻ ലോർഡ് പോൾ ഡീറ്റൽ ഈ അസാധാരണ സംഭവത്തിൽ നിന്ന് പാഠങ്ങൾ കണ്ടെത്താൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. NESO 6 ആഴ്ചകളിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കും. അതിനുശേഷം UK ഗവൺമെന്റും പവർ റെഗുലേറ്ററായ ഓഫ്ജമും തുടർ നടപടികൾ തീരുമാനിക്കും. ഈ സംഭവത്തിൽ നിന്ന് പാഠങ്ങൾ കണ്ടെത്തി ഭാവിയിൽ ഇതുപോലുള്ള പ്രതിസന്ധികൾ ഒഴിവാക്കാനാണ് UK സർക്കാരിന്റെ ലക്ഷ്യം.